ആചാര്യ ഇതിൽ ഇടപെടരുത്. ഇത് കുറുപ്പത്ത് തറവാട്ടുകാരുടെ പ്രശ്നമാണ്. ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ മാത്രം ചാത്തുണ്ട് കുറുപ്പത്തുകാരുടെ എന്ത് തെറ്റായത്? പറ, എന്ത് തെറ്റായതെന്ന്. ശമ്പള കുടിശ്ശിക തീർത്തു തന്നാലേ പണിയെടുക്കൂന്ന് പറഞ്ഞതിനാ എന്നെ എന്റെ കെട്ടിയോളെ തല്ലിയത്. രണ്ടും തടിയുണ്ടെന്ന് കരുതി പാവങ്ങളെ മെക്കിട്ട് കയറാന്ന് കരുതണ്ട. അന്ത്യമൊക്കെ ശരീരത്തിൽ ഒഴുകണ ചോര തന്നെയാ ഓന്റെ ശരീരത്തിൽ ഒഴുകണേ. ആളും പേരെ ഉള്ളവരോട് വേണം യുദ്ധത്തിന് പോവാൻ. പോയി പറഞ്ഞേക്ക് കുറുപ്പത്തുകാരോട്. ആരാടാ എന്നെ തല്ലിയേ? പറ, ആരാ തല്ലിയേ? തിരിച്ചടിക്കാൻ. ഇനിയും മിണ്ടാണ്ടിരുന്നാലേ ആദ്യമായിട്ട് അടിയാളം വരാൻ വേണ്ടി വരും നമ്മളൊക്കെ. ഏട്ടനൊരു വാക്ക് പറഞ്ഞാൽ മതി, തലയെടുത്തോണ്ടാ ഞങ്ങൾ അവന്റെ. കണ്ടേച്ചു വരാൻ പറഞ്ഞാൽ കൊന്നേച്ചു വരുന്ന പാരമ്പര്യമാണ് നമ്മുടേത്. പക്ഷെ ഇപ്പൊ ഹാജിയാരോട് ഏറ്റുമുട്ടുന്നത് ബുദ്ധിയല്ല, നാട്ടുകാർ മുഴുവൻ അയാളുടെ വശത്താ. ഹാജിയാരെ ഒതുക്കാനുള്ള ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. സ്കൂളും ഹാജിയാരെയും കാണുമ്പോ നിന്റെ മനസ്സ് പതറരുത്. ധൈര്യമായി ഇടത്തേക്കാലം വെച്ച് മുന്നോട്ട് പോടാ. അല്ല ഹിമാറെ, എന്ത് ധൈര്യത്തിന്മേടാ സ്കൂൾ ഫണ്ട് തവണ മോട്ടിച്ച്? പറ, അന്റെ ബാപ്പാന്റെ സമ്പാദ്യം കൊണ്ടൊക്കെ അല്ല ഈ സ്കൂള്. ഒരബദ്ധം പറ്റിപ്പോയതാ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കുട്ടിയല്ലേ. വേണ്ട മാഷേ, മരുമോനല്ല മയ്യത്താ നമ്മുടെ ബാപ്പയായാലും ശരി, കള്ളം കാണിച്ച് നമ്മൾ പൊറുക്കൂല. ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇല്ലാത്ത ഒഴിവുണ്ടാക്കി അനക്കിവിടെ ജോലി ചെയ്യുന്നത് തെണ്ടിത്തിരിഞ്ഞിരുന്ന കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ്. പോയതിന്റെ കണമുമ്പെന്ന് മാഷേ, സ്കൂൾ ഫണ്ടിൽ നിന്ന് പണം കട്ടവന്റെ പേരിൽ എന്ത് നടപടിയാണ് എടുക്കേണ്ടത്? അത് നിങ്ങൾ അവന്റെ പേരിൽ എടുത്തോളി. എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. എന്താ ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ കുഞ്ഞാലിക്കുട്ടി, പുതിയ മാഷായിട്ട്. ആഹാ, നമ്മുടെ കോയ സാഹിബിന്റെ മോനാ? എന്താ ഈ വേഷത്തില്? മോൻ വലിയ പുരോഗമനക്കാരനാണെന്നാണല്ലോ കോയ സാഹിബ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ എന്താ ഈ കോലത്തില്? വെറുതെ അല്ല എന്നെ കണ്ടിട്ട് പെട്ടെന്ന് പിടികിട്ടാഞ്ഞത്. ഈ സ്കൂളിൽ മാഷായിട്ട് വരുമ്പോ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. ഈ വേഷത്തിന്റെ ആവശ്യവുമില്ല. ഇസ്ലാമാണെന്ന് വിളിച്ചറിയിക്കേണ്ട കാര്യവുമില്ല. വാ കുഞ്ഞാലിക്കുട്ടി, അങ്ങനെ ഈ ഡ്രസ്സിന്റെ കാര്യത്തിൽ തടി തപ്പി. ബി എക്ക് നല്ല മാർക്കുണ്ടല്ലോ, പിന്നെന്താ ബി എറ്റിന് കുറഞ്ഞു പോയത്? ആ സമയത്ത് തടിമലിന്റെ ചുമതല എനിക്കായിരുന്നു. നല്ലത്. പ്രായമായ മക്കള് ബാപ്പാനെ സഹായിക്കും. ഉദ്യോഗമൊന്നും കിട്ടിയില്ലേലും സ്വന്തമായൊരു തൊഴിൽ വരികയാവുമല്ലോ. അനക്ക് 2-2.5 വയസ്സുള്ളപ്പോ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അന്ന് എനക്ക് കുറെ കൂടെ നിറമുണ്ടായിരുന്നു. എന്റെ മോൻ സലീമും നീയും ഒരേ പ്രായക്കാരാ. പടച്ചോനോനെ നേരത്തെ അങ്ങ് വിളിച്ച് ബാപ്പ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആ, കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ, ഏതായാലും നാളെ വെള്ളിയാഴ്ചയല്ലേ, നല്ല ദിവസമാ. ജുമാ പിരിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്തു. ശരി. താമസം നമ്മുടെ വീട്ടിൽ തന്നെ ആവാം. പള്ളിയുടെ അടുത്താ വീട്. പള്ളിയിൽ പോയി വരാനും എളുപ്പം. പ്രൈവറ്റ് ആയിട്ട് എം എഴുതണം. അതുകൊണ്ട് പുറത്തെവിടെയെങ്കിലും താമസിച്ചാൽ. എന്റെ ബാപ്പാന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാ, ആരെയും ബുദ്ധിമുട്ടിപ്പിക്കില്ല. എന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ആ മാഷേ, ഇത് ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞാലിക്കുട്ടി, പുതിയ മാഷ്. ഇത് മുകുന്ദൻ മേനോൻ, ഹെഡ് മാസ്റ്റർ. നമസ്കാരം. ആ, മാഷന്മാർക്ക് താമസിക്കാൻ സ്കൂളിന്റെ വക ഒരു വീടുണ്ട്. അവിടെ ഇപ്പോ അലിയാര് മാസ്റ്റർ മാത്രമല്ലേ ഉള്ളൂ? അതെ.
തൽക്കാലം അവിടെ ആക്കിയാലേ താമസം. ശരി. ഈ പൂട്ടിയിട്ടിരിക്കുന്ന മുറിയാണ് ലൈബ്രറി. നമ്മൾ പറഞ്ഞു വന്നത് ആചാര് പറഞ്ഞതാ. പിണങ്ങിയാ ഞെക്കിക്കൊല്ലും, ഇണങ്ങിയാ നക്കിക്കൊല്ലും. അതാ സ്വഭാവം. അപ്പൊ രണ്ടായാലും മരണം തീർച്ചയാണോ? അങ്ങനെയല്ല, ആത്മാർത്ഥത കാണിച്ച ചങ്ക് പറിച്ചേരെന്ന് പറയായിരുന്നു. അതുകൊണ്ടല്ലേ മൂപ്പര് വിരലൊന്ന് ഒളിച്ചാ മതി, ഈ നാട്ടുകാർ മുഴുവനും കൂടെ നിൽക്കും. പാവങ്ങളോട് ഇത്രയും കരുണയുള്ള ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചുമ്മാ പാവപ്പെട്ട ഒരു യുവാവ് ജീവിക്കാൻ മറ്റു വഴിയൊന്നും കാണാഞ്ഞ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒരു കള്ളത്തരം കാണിച്ചു എന്നറിഞ്ഞ ഹാജിയാരങ്ങ് ക്ഷമിക്കുമല്ലേ? ക്ഷമിക്കും. പക്ഷെ തല കാണില്ല എന്ന് മാത്രം. പിന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ഈ നാട്ടിലൊരു കൂട്ടരുണ്ട്, കുറുപ്പത്ത് വീട്ടുകാർ. ഹാജിയാരുമായിട്ട് വലിയ ശത്രുതയില്ല. ഈ രണ്ടു കൂട്ടരോടും നേർക്ക് നേരെ ഒന്ന് സംസാരിക്കാൻ ചങ്കുറപ്പുള്ള ഒരേ ഒരാളെ ഈ നാട്ടിലുള്ളൂ. അതാരാ? എന്താ? ഈ ഞാൻ. ഓ, ഡിസിപ്ലിൻ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കും. അതെന്റെ ഒരു വീക്ക്നെസ് ആണ്. അച്ചടക്കവും ആത്മാർത്ഥവും ഇല്ലാത്ത ഒരിടത്തും വിദ്യാഭ്യാസത്തിന് വേരോടാൻ പറ്റില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഈ അച്ചടക്കത്തിന് ഭംഗം വരുത്തുന്നത് ആരായാലും ഞാൻ മുഖം നോക്കാതെ ശിക്ഷ നടത്താം. അതും എന്റെ ഒരു വീക്ക്നെസ് ആണ്. അത് കള്ളനല്ല, ഹെഡ് മാസ്റ്റർ ആണ്. എന്തായി കാണിക്കുന്നത്? ഞാൻ ഹൈ ജമ്പിന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇന്നലെ തനിക്കൊരു മെമ്മോ വരുന്നുണ്ട്, ഒരു ഷോ ക്വസ്റ്റിനോട് സമാധാനം പറയണം. അത്രേ ഉള്ളൂ. സ്വതന്ത്ര ഭാരതത്തിൽ ഒരു സാധാരണ പൗരൻ മതിൽ ചാടുന്നത് കുറ്റകരമാണെന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലോ ഒരു അധ്യാപകൻ മതിൽ ചാടി സ്കൂളിലേക്ക് വരുന്നത് തെറ്റാണെന്ന് ടീച്ചേഴ്സ് മാനുവലിലോ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താ ചാടിയാല്? മാഷാണല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? നല്ല ഡിസിപ്ലിൻ. അതാ ഹെഡ് മാസ്റ്ററുടെ പ്രത്യേകത. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. ചെറ്റയോ? ഒരു സ്കൂളിന്റെ പുരോഗതിയെ മാത്രം ലക്ഷ്യമാക്കി നിസ്വാർത്ഥ സേവനം നടത്തുന്ന ഒരു അധ്യാപകനെ പ്രകോപനപരമായ യാതൊരു കാരണവുമില്ലാതെ ഒരു ഹെഡ് മാസ്റ്റർ ചെറ്റ എന്ന് വിളിക്കുന്ന തെറ്റാണെന്ന് ടീച്ചേഴ്സ് മാനുവൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഞാൻ ഇപ്പൊ തന്നെ കംപ്ലൈന്റ് ചെയ്യും. പോയി ചെയ്യ്. ലേറ്റായി ശിക്ഷ നടപ്പാക്കാൻ കാത്തിരിപ്പുണ്ട് ആചാര്. ഇല്ല മാഷെ, ഞാൻ ചെറ്റയാണെങ്കിലും ചെറ്റത്തരമില്ലാത്തൊരു ഹൃദയം എനിക്കുണ്ട്. ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യില്ല. ചെയ്യില്ല. കൊള്ളാം. മാഷന്മാരുടെ ഡിസിപ്ലിൻ ഇതാണെങ്കിൽ കുട്ടികളുടെ ഗതി എന്തായിരിക്കും? ഇതാരാ ഈ അത്ര ചോടക്കാരൻ? അത്രല്ല, അധ്യാപകനാ. അല്ലോ, പുതിയ മലയാളം മാഷ കുഞ്ഞാലിക്കുട്ടി. സലാമുണ്ട്. കൊള്ളാം. അരങ്ങേറ്റം അസലായി. സഹപ്രവർത്തകന്റെ കാല് വാരിക്കൊണ്ട് തന്നെ വേണം. ഇത് ഡ്രില്ല്. അലിയാർ സ്വദേശം കൂത്തുപറമ്പ്. മാഷ പറഞ്ഞ കേട്ടല്ലോ. ഈ സ്ഥാപനത്തിൽ ഒരൊറ്റ ചെറ്റ മതി, രണ്ടെണ്ണം വേണ്ട. ഇന്നു മുതൽ മാഷ അലിയാരുടെ കൂടെ താമസം. ഇവിടെ താമസം അത് മാഷ് തീരുമാനിച്ചാ മതിയോ? ഇത് എന്റെ തീരുമാനമല്ല, ആചാര്യ തീരുമാനമാ. ആചാരുടെ ഓരോ തീരുമാനങ്ങള്. വളരെ സന്തോഷം. എന്നൊക്കെ ഇപ്പൊ തന്നെ വീട്ടിലോട്ട് പോവാം. മാഷിന് ക്ലാസ് എടുക്കാം. ക്ലാസ് ഒരു ക്ലാസ് എടുക്കും. അതെ, ക്ലാസ് എടുക്കാം.